ഫോട്ടോ ഇങ്ങെടുക്ക. ഇവരിൽ ആരെങ്കിലും ഇവിടെ താമസിച്ചിരുന്നോ? ഇല്ല സാർ. പക്ഷെ ഇയാളെ പോലെ ഒരുത്തൻ കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടിയെ തിരക്കി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇവിടെ താമസിച്ചിരുന്നോ? പക്ഷെ ഇവൻ വരുന്നതിന് മുമ്പ് അവള് സ്ഥലം വിട്ടു. കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരന്റെ അച്ഛൻ റൂമിലുണ്ട്. അവരുടെ റൂം ഏതാ? ഗോപി, എന്താ സാർ? സാറിന് റൂം നമ്പർ 37 കാണിച്ചു കൊടുക്ക. ശരി സാർ. സാർ മോളിലാണ്. ശരി. കഷ്ടകാലത്തിന് അരഞ്ഞാണച്ചരടും പാമ്പാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ആയാലൂടാ എന്റെ സ്ഥിതി. അതുകൊണ്ടാ സാറേ ഞാനത് കെട്ടാൻ നടക്കുന്നത്. എടാ വാസു, നീ ഇങ്ങോട്ട് വാടാ. ഇതെന്നെ തുറക്ക്. പിടിച്ചു പറിക്കാരനെ പറ്റായിരിക്കും. ഞാൻ തന്നെ തുറക്കണോ? അയ്യോ തുറക്കാമേ. ഇയാളെ നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല സാർ. ഞാനും കണ്ടിട്ടില്ല. ഇയാളും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? എന്റെ പൊന്ന് സാറേ, ഇവൻ ആരോടും പറയരുതെന്ന് പേടിപ്പിച്ച് വിട്ടിരിക്കുക. എങ്കിലും സാറിനോട് ഞാൻ സത്യം തുറന്നു പറയാം. എന്റെ ഒളിച്ചോടിപ്പോയ മകനെ അന്വേഷിച്ച് കാട്ടി ചെന്നപ്പോ അവിടെ വെച്ച് എന്റെ കാറിന്റെ പെട്രോൾ തീർന്നു. അവനത് വാങ്ങിക്കാൻ പോകും. ആ സമയത്ത് ഈ ഫോട്ടോയിൽ കാണുന്ന ആള് എന്നെ കത്തി കാണിച്ച് പേടിപ്പിച്ച് എന്റെ വാച്ചും മോതിരവും എല്ലാം ഊരിക്കൊണ്ടുപോയി സാറേ. എവിടെ വെച്ചാണ്? തെന്നലയ്ക്ക് അടുത്ത് വെച്ചാ. ഇവര് രണ്ടുപേരും കൊള്ളക്കാരും കൊലയാളികളുമാണ്. ഇവരെ എവിടെ വെച്ച് കണ്ടാലും ഉടനെ ഞങ്ങൾ വിവരം അറിയിക്കണം. ശരി സാർ. എടാ വാസു, ആ രാജുവിന്റെ ഫോട്ടോ ഒന്ന് മാത്രം എടുത്തേ. സാറേ, ഇതെന്റെ മകന്റെ പടമാ. കൂടെ ഒരു പെണ്ണും കാണും. സാർ ഇവരെങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം. അന്വേഷിക്കാം. എന്റെ അപ്പാ, അല്ല ഗുരുവായൂരപ്പാ. മോഡല് രതി വീഴും. വല്ല കല്ലിലെങ്ങാനും തട്ടി വീണ വായിൽ ഒറ്റ പല്ല് കാണത്തില്ല. കാര്യം പറഞ്ഞേക്കാം. മോഡല് രതി പാറയാണ് വഴുത്തും. ഇപ്പൊ എന്തായി? വേദനിക്കുമ്പോ നാണം വരൂ.
തരാന്ന് പറഞ്ഞല്ലേ? താൻ കരയണ്ട. തൽക്കാലം 5000 രൂപ ഇപ്പൊ തരാം. ബാക്കി നാളെയോ മറ്റന്നാളോ തരാം. അതുപോലെ ഇനിയിപ്പോ നീ തരുന്ന പോലെ വാങ്ങിക്കാനല്ലേ പറ്റൂ. ഉള്ളത് താ. അങ്ങോട്ട് വാ. അതാ അതാ എന്താ രതി? എവിടെ പോവാ? ഞാൻ കാരണമല്ലേ രാജിന് ഈ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായത്. അതിന് എനിക്കിനി ജീവിച്ചിരിക്കണമെന്നില്ല. ചേച്ചി, ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നാളെ നേരം വെളുത്തിട്ട് നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവാം. മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ശിക്ഷ അനുഭവിക്കുന്ന എന്തിനാ? ഓ, വണ്ടി നിന്നാ നിൽക്കും, എനിക്കറിയാം. ആ വണ്ടിയെ പൊങ്ങടാ പൊങ്ങടാ, പൊങ്ങൂലി ജാമായിരിക്കും. ആ അവിടെ കെടാ സമരം. അങ്ങനെ തന്നെ. എടെ കാശെട്. ഇതെന്തോന്നിനാ? സാറ് ഫുൾ ടാങ്ക് പെട്രോളേ അടിച്ചില്ല. 5-6 ക്യാനെങ്കിലും വാങ്ങിച്ചതാ. എന്തിനാണ്? അതിലൊക്കെ പെട്രോൾ ഒഴിച്ചു വയ്ക്കാൻ. അതൊക്കെ അതിൽ വാങ്ങിച്ചാൽ മതി. പോ. മതിയാ? മതിയെങ്കിൽ മതി. കായലരികത്ത് വളകിലൂക്കിയ സുന്ദരി നിന്റെ പെട്രോട്ടിൻ. അയ്യോ കണ്ടോ എന്റെ പോക ഡങ്കുണു. എന്ത് ചെയ്യാം? ഒരു വിധവയെ വിവാഹം കഴിക്കാനായിരിക്കും എന്റെ യോഗം.